ഞാൻ ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് 2 വർഷമായുള്ളൂ. സത്യത്തിൽ അതിനകത്ത് ഒരുപാട് ക്ലോസ് ഒക്കെ എഴുതി എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് കറക്റ്റ് ക്യാഷ്ലെസ് ഉള്ള ഇൻഷുറൻസുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം ജോൺസ് എന്നോട് വണ്ടി പറഞ്ഞു, മാധവ നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും നിനക്കും ഒരു ഇൻഷുറൻസ് എടുത്ത് സെറ്റായിരിക്കുമ്പോഴാണ് നീ സെറ്റ് ആയതെന്ന്. അപ്പൊ ഞാൻ എന്റെ സെറ്റാവൽ ഇൻഷുറൻസേ ഇല്ല. അല്ല, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് 60 താഴെ, ഇപ്പൊ ഇൻഷുറൻസിന് ഇവർക്ക് പ്രീമിയം കുറവായിരിക്കും. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഈ 60 എന്ന് പറഞ്ഞ ഏജ് കഴിഞ്ഞാൽ പ്രീമിയം ഭയങ്കര കൂടുതലാ. എക്സിസ്റ്റിംഗ് അസുഖങ്ങൾ, പണ്ടാരം ബോഡി ചെക്കപ്പ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇവരുടെ അടിയിലുള്ള ക്ലോസുകളെ വിശ്വാസമില്ല. എനിക്ക് ഒരുപാട് നമ്പാൻ പറ്റില്ല. പക്ഷേ ക്ലോസസ് എഴുതുന്ന ഒരു പരിപാടി എനിക്ക് അത്രയും വിശ്വാസമില്ല. കാരണം നമുക്ക് അവർ തരാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ക്ലോസ് എഴുതേണ്ട കാര്യമില്ലല്ലോ. അതുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അത്, ഈ 2 വർഷത്തെ പ്രീമിയം അത് അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വരുവാണെങ്കിൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ പോട്ടെ ഞാൻ വിചാരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ സേവിങ്സ് പോട്ടെ, എനിക്ക് നിന്ന് ചികിത്സ. നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് വന്നു. അല്ലടാ, ഞാൻ കാര്യം പറയട്ടെ, ഇൻഷുറൻസ് നീ എടുക്കാന്ന് പറയുന്നത് നിന്റെ ഇതിന് വേണ്ടിയേ അല്ല. നിന്നെ ആ സമയത്ത് നീ ഒന്നും അറിയണ്ട, നീ വെറുതെ ഇങ്ങനെ കിടന്നാൽ മതി. നീ ഐസിയുലോ കിടക്കണ്ട, നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഈ സമയത്ത് പുറത്ത് കിടന്ന് ഓടുന്നവർക്കുണ്ടല്ലോ, അവർക്ക് ശരിക്കും റിലീഫ്.